നമുക്കിനിപ്പോൾ ലിവിങ്ങിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളത്? ആക്ച്വലി നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ വൈസിലേക്ക് വരുമ്പോൾ. സ്പേസ് പ്ലാനിങ് നമ്മൾ ഫ്രീസ് ചെയ്തു. വാട്ട്സ് നെക്സ്റ്റ് ബെറ്റർ എന്നുള്ളത് എപ്പോഴും ചോദിക്കാറുണ്ട് സാറിന്. കാരണം സാറിന് അത് ഭയങ്കര കൺസേൺ ആയിരുന്നു. കാരണം ലിവിങ് ഡൈനിങ്ങിലേക്ക് ഒരൊറ്റ നാച്ചുറൽ വെന്റിലേഷൻ ഉള്ളൂ, ആ ബാൽക്കണി ഏരിയ എന്നുള്ളത് ആർക്കൊക്കെ കണ്ടിട്ടുണ്ടല്ലോ സൈറ്റിൽ. അപ്പോൾ അതവിടെ നമുക്കൊരു പാർട്ടീഷൻ വേണം. കാരണം സാറിന് ഫാമിലി അല്ലെങ്കിൽ ഫ്രം ദ കിച്ചൺ ടു ഡൈനിങ്ങിലേക്ക് ലിവിങ്ങിലെ ഗസ്റ്റിന് വിസിബിൾ ആവരുത് എന്നുള്ളത് സാറിൻ്റെ ഒരു കൺസേൺ ആയിരുന്നു. ഒരുപാട് കളേഴ്സ് വേണ്ട, വുഡനിൽ പോയാൽ മതി, ഒരുപാട് സ്റ്റോറേജ് വേണ്ട. കാരണം ആൾക്കത് എൻറ്റയർ ആയിട്ട് ക്ലോസ് ചെയ്തിടാൻ തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് അവിടെ വർക്കൗട്ട് ആവുന്ന രീതിയിലുള്ള ഡിസൈൻ വേണം. അപ്പോഴാണ് നമ്മൾ ടിൽറ്റിംഗ് മോഡലിലുള്ള വെർട്ടിക്കൽ പാനൽസ് സജസ്റ്റ് ചെയ്തത്. സോ അതിലും നമ്മൾ ടിൽ ദ സീലിംഗ്, ടിൽ ദ ലിൻഡൽ ഹൈറ്റ്, അങ്ങനെ പല ഓപ്ഷൻസ് 3Dയിൽ കാണിച്ചു കൊടുത്ത് അറ്റ് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തതാണ് ഈ ഒരു ഫുൾ ഹൈറ്റ് വരുന്ന ഡിസൈൻ എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ ഒരു കൺസേൺ ആയിരുന്നു ലിവിങ് ഡൈനിങ്ങിൻ്റെ സീലിംഗ് ആയിരുന്നു. സീലിങ്ങിൻ്റെ KSTC 1 വേ വരുന്ന ഡ്രോപ്പായിരുന്നു, ഫോൾ സീലിംഗ് ഡ്രോപ്പ്. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷനിലും 2 ലെവൽ ഡൗൺ ചെയ്തിട്ട് സെൻറ്റർ പോർഷൻ മാത്രം വുഡൻ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ സിറ്റിങ് വരുന്നത് സാറിൻ്റെ ഒരു മെയിൻ ഐഡിയോളജി ആയിരുന്നു ദാറ്റ് ഷുഡ് ബി യു ഷേപ്പ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു ഏരിയയും കൂടി കണക്കാക്കിയിട്ട് നമ്മൾ ആ ഒരു യു ഷേപ്പിൽ കസ്റ്റമൈസ് ചെയ്ത് സോഫ ഫർണിച്ചർ, നമ്മുടെ സോഫയുടെ നമുക്ക് ബാക്ക് സൈഡിൽ കൂടി പാസേജ് വേണം, ഫ്രണ്ട് സൈഡിൽ നമുക്ക് വേണം. അതെ, കാരണം TV ഏരിയയിലേക്ക് സാറിന് ഇരിക്കുന്നിടത്തേക്കുള്ള വേണം. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലായിട്ടാണ് ബെഡ്റൂംസിലേക്കുള്ള എൻട്രൻസിലേക്കുള്ള പാസേജ് വരുന്നത്. പാസേജ് ക്ലിയർ ആയിട്ട് കിട്ടും, ലൈക്ക് ഒരു കൺജസ്റ്റഡ് ആവരുത്, നല്ലൊരു പാസേജ് ആയിരിക്കണം. പക്ഷേ ഇവിടെ അത്രയും 7 സീറ്റോളം നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ആളവിടെ പുറം നാട്ടിൽ ചെയ്തിരുന്ന പോലെ തന്നെ ലൈക്ക് അതിൻ്റെ ആ ഒരു കൾച്ചറൽ തന്നെ വേണം, കാർപ്പറ്റ്സ് വേണം. നമ്മുടെ അവിടെ അങ്ങനെ പ്രിഫർ ചെയ്യാത്തൊരു സാധനമാണ്.